എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ കഴിഞ്ഞ 2-3 വീഡിയോകളുടെ ഇടയിൽ 2-3 കമൻറ്റ് വന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുവാനായിട്ട് ഇടയായി. അപ്പോൾ അതിനകത്ത് അവരെഴുതി വെച്ചിരിക്കുന്നതാണ്. ഒരാൾ എഴുതി വെച്ചിരിക്കുന്നത് ഷൈനി മരിച്ചത് ദൈവത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. വേറൊരാൾ എഴുതി വെച്ചിരിക്കുന്നു കൊച്ചു ത്രേസ്യ പുണ്യവതിയെ പോലെയാണ് ഷൈനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരാൾ എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരു 2-3 കമൻറ്റുകൾ ഞാൻ കാണുവാനായിട്ടിടയായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ അത് നല്ലതല്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിന്നിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മളുടെ ഒരാളുടെ പേഴ്സണൽ ലൈഫ് അല്ലേ, അത് തീരുമാനിക്കുന്നത് ആ ഒരു പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ ആർക്കാ വ്യക്തമായിട്ട് അറിയത്തുള്ളൂ? ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ. ഇപ്പോൾ നമ്മൾ ഷൈനിയുടെ കാര്യം എടുത്താലും ഷൈനിയുടെ പേരൻസിനും പിന്നെ ഷൈനിയുടെ ഭർത്താവായ നോബിക്കുമായിരിക്കും എന്താണ് ഷൈനിയുടെ ഒരു പേഴ്സണൽ ലൈഫിനെ കുറിച്ച് കുറച്ചെങ്കിലും അറിയാവുന്ന വ്യക്തികളല്ലേ. ബാക്കി പുറത്തുള്ളവർ നമ്മളെപ്പോലെയുള്ളവർക്കും പുറത്ത് അവരുടെ അയൽവക്കംകാർക്കൊക്കെ നമ്മൾ പുറമേ കാണുന്ന ഒരു ഷൈനിനെ അറിയത്തുള്ളൂ അല്ലേ. ഷൈനിയുടെ ഉൾപ്പൂവുകളെയൊക്കെ അറിയുന്നത് ആർക്കാം? ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടും ഒരാൾക്ക് വിശുദ്ധ പദവിയൊന്നും കൊടുക്കാൻ ദൈവം നമ്മളെ ആരെയും നിയോഗിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊന്നും എടുത്ത് ചിന്തിക്കരുത്. നമ്മളുടെ ആ ഒരു ടോപ്പിക്ക് അങ്ങോട്ടേക്ക് മാറിപ്പോകരുത്. കാരണം ഷൈനി മരിച്ചത് ദൈവത്തിന് വേണ്ടിയൊന്നും അല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ദൈവത്തിന് വേണ്ടിയാണോ ഷൈനി മരിച്ചത്? അല്ല. ഷൈനിയുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഷൈനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഷൈനി തന്നെ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ജീവിതം കൂടെ അവസാനിപ്പിക്കുകയായിരുന്നു അല്ലേ. അല്ലാതെ ഷൈനി ദൈവത്തിന് വേണ്ടിയൊന്നും അല്ല മരിച്ചത്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമതും വിശുദ്ധ പദവി എന്നൊക്കെ പറയുന്നത് നമ്മൾ ആരും കൊടുക്കുന്നതൊന്നുമല്ല. അത് ആര് കൊടുക്കുന്നതാണ്? അത് ദൈവം കൊടുക്കുന്നത്. അത് ഇപ്പോഴവല്ലോ ആണോ കൊടുക്കുന്നത്? അല്ല. ഈ ലോകത്തിലുള്ള ഏതെങ്കിലും മനുഷ്യനെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും ഒരു വിശുദ്ധ പദവി കൊടുക്കാൻ? ഇല്ലേ ഇല്ല. അതൊക്കെ മനുഷ്യന്മാർ ചുമ്മാ അങ്ങ് ഒരു ചെയ്യുന്നതാണ്. അതൊന്നുമില്ല. വിശുദ്ധ പദവിയൊക്കെ കിട്ടുന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ ഒരു അവസാന അന്ത്യ ന്യായവിധി ഉണ്ടല്ലേ. നല്ലതും ചീത്തയും നെല്ലും പതിരും വേർതിരിക്കുന്ന സമയമുണ്ടല്ലേ. അതായത് നല്ലതും ചീത്തയും വേർതിരിക്കുന്ന സമയമുണ്ട്. ഓരോരുത്തർക്കും അവർ എന്താ പറയുക, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഓരോരുത്തരും ദൈവസന്നിധിയിൽ എന്താണ് അതിന് പ്രതിഫലം മേടിക്കേണ്ടി വരും അല്ലേ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം എന്താണ് അവസാന ന്യായവിധിയുടെ സമയത്താണ് എല്ലാവർക്കും അവരുടേതായ പ്രതിഫലം കൊടുക്കുന്നത്. അത് ദൈവത്തിൻ്റെ ശിഷ്യന്മാരുടെ കാര്യം എടുത്താൽ പോലും അവർക്കാണ് കൊടുക്കുന്നത്. ഇനി ഇപ്പോൾ മരിച്ചു പോയിരിക്കുന്നവരൊക്കെ എവിടെയാണ്? അത് ദൈവത്തിനെ അറിയത്തുള്ളൂ. അത് എവിടെയാണെന്നല്ലേ. ചിലർ നമ്മൾക്കറിയാം, യേശു ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരുന്ന 2 കള്ളന്മാരിൽ ഒരാളോട് പറഞ്ഞു, നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറുദീസ എന്ന് പറയുന്നു. നമ്മൾക്കറിഞ്ഞൂടെ എവിടെയെങ്കിലും അവർക്ക് നല്ലൊരു റെസ്റ്റിനുള്ള ഒരു സമയം ആര് കൊടുത്തിട്ടുണ്ട്? ദൈവം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് വെളിപാട് പുസ്തകത്തിലൊക്കെ കാണുവാനായിട്ട് കഴിയുമല്ലേ. അവർ പറയുന്നുണ്ട്, കർത്താവെ, അവിടെ നിന്നോട് വിശുദ്ധന്മാർ ചോദിക്കുന്നുണ്ട്, ദൈവമേ, ഞങ്ങളുടെ രക്തത്തിന് അങ്ങ് എപ്പോഴാണ് പ്രതികാരം ചെയ്യുന്നത്? അപ്പോൾ ദൈവം അവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ കൂടെ നിങ്ങളെപ്പോലെ തന്നെ എന്താ പറയുക കഷ്ടം അനുഭവിക്കുന്ന കുറച്ച് പേരും കൂടെ വരാനുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴാണ്, അതുവരെ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ അവർക്കൊരു റെസ്റ്റിനൊരു സമയം ദൈവം, ഒരു സ്ഥലം ദൈവം കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ ആ മരണപ്പെട്ടു പോയവരൊക്കെ ഇരിക്കുന്നത്. പിന്നെ ദുഷ്ടന്മാരുടെ സ്ഥലം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. അത് ദൈവം ഇപ്പോൾ തന്നെ അവരെ പാതാളത്തിലേക്ക് തള്ളിക്കളഞ്ഞു ഒന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അല്ലാതെ നമ്മളൊന്നും പറയുന്നതല്ല. വചനം എന്ത് പറയുന്നു അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. അല്ലാതെ ഈ ലോകത്തിൽ ഇപ്പോൾ ആർക്കും ഒരു മനുഷ്യനും മറ്റൊരാൾക്ക് വിശുദ്ധ പദവി കൊടുക്കുവാൻ ദൈവം ആരെയും നിയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഷൈനിയുടെ കാര്യമൊക്കെ ദൈവമാണ് തീരുമാനിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾക്ക് മധ്യസ്ഥൻ ആരാ ഉള്ളത്? യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥനേ ഉള്ളൂ അല്ലേ. അത് നമ്മുടെ തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1-ാം ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിനകത്ത് വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ മധ്യസ്ഥനായിട്ട് ആരേ ഉള്ളൂ? യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. വേറൊരു മധ്യസ്ഥനില്ലെന്നേ. വേറൊരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ ദൈവം പറഞ്ഞിട്ടില്ല. വിശുദ്ധ ബൈബിളിനകത്ത് പറഞ്ഞിട്ടില്ല. കത്തോലിക്ക ബൈബിൾ ഞാൻ മുഴുവൻ വായിച്ചതാ, പെന്തക്കോസ്ത ബൈബിളും ഞാൻ മുഴുവൻ വായിച്ചതാ. എനിക്കറിയാം ഇതിനകത്തെല്ലാം ഒരു കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്പസ്വല്പം വ്യത്യാസം എന്ന് വെച്ചാൽ കുറച്ച് വാക്കുകളിലൊക്കെ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. പിന്നെ 1-2 കാര്യങ്ങളൊക്കെ ഇല്ല എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. അതൊക്കെ ഒഴിച്ചു വെച്ചാൽ ബാക്കി എല്ലാത്തിനകത്തും പറയുന്നത് എന്താണ്? ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ എന്താണ്? നമ്മൾ ബഹുമാനിക്കേണ്ടവർക്ക് നമ്മൾ ബഹുമാനം കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ. മറിയയെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും നല്ലൊരു സ്ത്രീയെക്കുറിച്ച് വേറെ ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. കാരണം മറിയത്തിന് അത്രയും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ പോലും മറിയത്തിനോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ വിശുദ്ധ ബൈബിളിനകത്ത് എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിൻ്റെ അമ്മയായ
മറിയാണ്. അതിന് നമ്മൾ കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം അല്ലേ. അപ്പസ്തോലന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്, വിശുദ്ധന്മാരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവർക്കൊക്കെ കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ കൊടുക്കണം. പക്ഷെ അവരോട് ആരോടും പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നില്ല. അവരോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അവർ നമ്മൾക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥം വഹിക്കുമെന്നും വിശുദ്ധ ബൈബിളിൽ എവിടെയും പറഞ്ഞു വെച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, നമ്മൾ എന്ത് ചെയ്യണം, വിശുദ്ധ ബൈബിൾ നമ്മൾ നന്നായിട്ട് വായിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വേറൊരാൾ പറയുന്നത് കേട്ടിട്ടല്ല. നമ്മൾക്കറിയാം ആദ്യകാലങ്ങളിൽ നമ്മുടെ ക്രിസ്ത്യാനികളുടെ സഭ തുടങ്ങിയപ്പോൾ നമ്മുടെ അപ്പസ്തോലന്മാർ യേശുക്രിസ്തുവിനെക്കുറിച്ച് സുവിശേഷീകരിച്ചുകൊണ്ട് നടന്നപ്പോൾ അവരെന്താണ്, തിരുവെഴുത്തുകൾ ഇവർ പറയുന്നത് ശരിയാണോ എന്ന് അവർ പരിശോധിച്ചു കൊണ്ടേയിരുന്നു. അവർ അപ്പസ്തോലന്മാരാണല്ലോ, അതുകൊണ്ട് പറയുന്നതെല്ലാം ശരിയാണെന്ന് അങ്ങനെ അവർ നിരൂപിച്ചില്ല. അവരെന്താ ചെയ്തത്, അവർ പറയുന്നത് നമ്മുടെ തിരുവെഴുത്തുകളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അവർ പരിശോധിച്ചു കൊണ്ടേയിരുന്നു. അതുകൊണ്ട് നമ്മളും എന്താ ചെയ്യേണ്ടത്, നമ്മൾ പോകുന്ന പള്ളികളിൽ, ഏത് പള്ളികളിലുമാകട്ടെ, നമ്മൾ പോകുമ്പോൾ അത് നമ്മുടെ വചനത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണോ പറയുന്നതെന്ന് നമ്മളും പരിശോധിക്കുക തന്നെ വേണം. എന്നിട്ടാണ് നമ്മൾ അതിനകത്തുനിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. അല്ലാതെ നമ്മൾ ചുമ്മാ അവരും പറയുന്ന കേട്ടിട്ട് നമ്മൾ ഇവരുടെ പുറകെ ഒന്നും പോകരുത്. കുറച്ച് മുൻപ് ഞാൻ വേറൊരു വീഡിയോ ഇങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അവിടെ ഒരു പള്ളിയിൽ എന്തോ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു കത്തോലിക്ക പള്ളിയിലാണ് ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ മാലാഖയോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, അപ്പോൾ മാലാഖയാണ് ഞങ്ങൾക്ക് അനുഗ്രഹം തന്നത്, ഞങ്ങൾ മാലാഖയോടെ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, എന്തോരം ഈ മനുഷ്യന്മാരുടെയൊക്കെ കണ്ണ് കുരുടായിട്ടാണ് കിടക്കുന്നതെന്ന് ഞാൻ ഓർത്തുപോയി. നമ്മളും അങ്ങനെയായിരുന്നു, ഞാനുമൊക്കെ അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് ദൈവം നമ്മൾക്കൊരു ഒരു വെളിച്ചം തന്നു അല്ലേ. ആ ഒരു വിശുദ്ധ ബൈബിളിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ഗ്രഹിക്കുവാനുള്ളൊരു ജ്ഞാനം ദൈവം നമ്മൾക്ക് തന്നു. അത് ദൈവം നമ്മൾക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ്, ഒരു വലിയ കൃപയാണ്. പക്ഷേ ഓർക്കുക, ഈ മാലാഖമാരെന്നൊക്കെ പറയുന്നത് ആരെയാണ്? ദൈവത്തിൻ്റെ ദൂതന്മാരെയാണ് പറയുന്നത് അല്ലേ. ദൂതന്മാരാരാണ്? അവർ ദൂതന്മാരെ കഴിഞ്ഞും അല്പം മാത്രം താഴ്ത്തിയാണ് ആരെ സൃഷ്ടിച്ചിരിക്കുന്നത്? മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൂതന്മാരാരാണ്? നമ്മൾക്ക് സേവ ചെയ്യുവാൻ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുവാൻ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആൾക്കാരാണ് ആരും? ദൂതന്മാർ. അല്ലാതെ നമ്മൾ അവരോട് പ്രാർത്ഥിക്കണമെന്ന് ബൈബിളിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല അല്ലേ. അത് നമ്മൾക്ക് ബൈബിളിനകത്ത് അതൊക്കെ വ്യക്തമായിട്ട് ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് ഒരു എപ്പിസോഡ് അതിനകത്തെക്കുറിച്ച് ചെയ്യാം. ഇത് ഞാൻ പെട്ടെന്നൊരു വീഡിയോ അങ്ങ് ചെയ്യുന്നതാണ്. കാരണം ഈ കമൻറ്റുകൾ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നി. കാരണം എൻ്റെ വീഡിയോ വേറൊരാളെ ദൈവത്തിനെക്കുറിച്ച് റോങ് ആയിട്ട് ചിന്തിക്കുന്ന വിധത്തിലോട്ട് എത്തിക്കരുതേ എന്ന് ഞാനിങ്ങനെ എത്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു കുറ്റബോധം എനിക്ക് വല്ലാതെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ചുമ്മാ വഴിയിൽ കൂടെ നടക്കുന്നവരെ ആരെയും പിടിച്ചിട്ട് നമ്മൾ വിശുദ്ധന്മാരാക്കാനോ മധ്യസ്ഥന്മാരാക്കാനോ ഒന്നും നമ്മൾ പോകരുത്. യേശുക്രിസ്തുവിന് ഏക മധ്യസ്ഥനെ നമ്മൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അത് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ബഹുമാനം കൊടുക്കേണ്ടവർക്ക് നമ്മൾ ബഹുമാനം കൊടുക്കുക. പിന്നെ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മാറ്ററിലോട്ട് വന്നു കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾക്ക് 100% ഉറപ്പാണല്ലേ. അവർക്ക് ദൈവം എന്തായാലും നിത്യത കൊടുക്കും, ഒരു സ്വർഗ്ഗരാജ്യം അവർക്ക് വേണ്ടി ഒരുക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഷൈനിയുടെ കാര്യത്തിൽ അറിഞ്ഞുകൂടാ, അത് ദൈവമാണ് തീരുമാനിക്കുന്നത്. കാരണം നമ്മളുടെ ജീവിതം, ദൈവം തന്ന ജീവിതം അവസാനിപ്പിക്കുവാൻ ദൈവം ആർക്കും അധികാരം തന്നിട്ടില്ല. അത് നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റ് തന്നെയാണ്. ഇനി ആ തെറ്റ് ആ സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്തതുകൊണ്ട് അത് ദൈവം എങ്ങനെയാണ് കണക്കിടുന്നതെന്ന് ഞാൻ ഇതിനു മുൻപേയും പറഞ്ഞിട്ടുണ്ട്. അത് ദൈവം മാത്രമേ തീരുമാനിക്കത്തുള്ളൂ. ഷൈനിയുടെ വിഷയത്തിലുള്ള തീരുമാനം എടുക്കുന്നത് ദൈവമാണ്, നമ്മൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവർക്ക് ആ ഒരു മരണത്തിൻ്റെ ഒരു ആ കാര്യത്തിൽ അവർക്ക് ലഭിക്കേണ്ട നീതിക്ക് വേണ്ടി നമ്മൾക്ക് സംസാരിക്കാം എന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അതിൽ കൂടുതൽ ചിന്തിച്ച് കളയരുത് കേട്ടോ എന്നുള്ള കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ദൈവത്തിൻ്റെ വചനം അത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല അല്ലേ. ദൈവം ആർക്കും ദൈവത്തിൻ്റെ മഹത്വം വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് മാത്രം നമ്മൾ കൊടുക്കണം. അത് വേറെ വ്യക്തികൾക്കോ വേറൊരു ശക്തികൾക്കോ അവകാശപ്പെട്ടതല്ല, അവർക്ക് കൊടുക്കുവാൻ പറ്റത്തില്ല. അത് ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്നുമില്ല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് നമ്മൾ കൊടുത്തിരിക്കണം. അതുകൊണ്ട് നമ്മൾ ചുമ്മാ അവരെയും ഇവരെയൊന്നും വിശുദ്ധന്മാരാക്കരുത്. അവരെയും ഇവരുമാക്കിയ വിശുദ്ധന്മാരുടെ പുറകെ ഒന്നും പോകരുത്. അവർക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ കൊടുക്കുക. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ്? നമ്മൾ ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടതല്ലേ. പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കാം, പുത്രനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവാം ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത് നമ്മൾക്ക് വിശുദ്ധ ബൈബിളിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഇതിന് മുൻപേ ഉള്ള ഒരു വീഡിയോയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യുക. നമ്മൾ പ്രാർത്ഥിക്കുവാൻ ആരാധനയ്ക്ക് യോഗ്യനാരാണ്? നമ്മളുടെ ദൈവം മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് സംശയമില്ലല്ലോ. അത് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ള കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അതുകൊണ്ട് ഷൈനിനെ ആരും വിശുദ്ധയാക്കാനൊന്നും പോകരുത് കേട്ടോ. ഷൈനിനെ വിശുദ്ധയാക്കണം വേണ്ടയോ എന്നുള്ളതൊക്കെ ദൈവം തീരുമാനിക്കും. അത് അവസാന
വിധി ദിവസത്തിലാണ് ദൈവം ആർക്കാണ് വിശുദ്ധ സ്ഥാനം കൊടുക്കേണ്ടത്, ആർക്കാണ് ഏതൊക്കെ പദവികളാണ് കൊടുക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് ദൈവമാണ്, അല്ലാതെ മനുഷ്യരല്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കുക. അത് എനിക്ക് തോന്നുന്നു അവർക്ക് ആ ഒരു വിഷമം കൊണ്ട് അവർ എഴുതിയ കമൻറ്റുകളായിരിക്കും, എനിക്കത് മനസ്സിലാകും. പക്ഷേ അത് നമ്മളെ റോങ് ആയിട്ടുള്ള ഒരു ടീച്ചിങ്ങിലോട്ട് കൊണ്ടുപോകരുത്. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല, കമൻ്റ് ഇട്ടവരെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഒരിക്കലും നമ്മൾ വ്യക്തികളെ വിശുദ്ധീകരിക്കാൻ പോകരുത്. അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മളുടെ ഹൃദയത്തെ ഉൾപ്പുകളെയും അറിയുന്ന ദൈവം നമ്മളുടെ ദൈവമാണ്. അത് മാത്രം നമ്മളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ വേറെ കുറച്ച് കൂട്ടർ പറയുന്നുണ്ട്, എൻ്റെ ഇത് ഞാൻ എല്ലാത്തിനകത്തും വചനം ചേർത്ത് പറയുന്നുണ്ട്. ചിലർ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഷൈനിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ വചനമാണോ നടത്തുന്നത്, വചനമാണോ പറയുന്നതെന്നൊക്കെ 2-3 കമൻറ്റുകൾ കണ്ടു. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ ചാനലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ ഇതിനകത്തുനിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഷൈനിയുടെയും ആ കുഞ്ഞുങ്ങളുടെയും ടോപ്പിക്ക്, പ്രത്യേകിച്ച് ആ കുഞ്ഞുങ്ങളുടെ ആ കൊച്ചിനെ വലിച്ചുകൊണ്ട് പോകുന്നതൊക്കെ അല്ലേ, അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് വല്ലാത്ത വിഷമം തോന്നി. അതുകൊണ്ട് അവർക്കൊരു നീതിക്ക് വേണ്ടി നമ്മളൊന്ന് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എൻ്റെ ചാനലിൻ്റെ ലക്ഷ്യം ഷൈനിയുടെ ടോപ്പിക്കല്ല, ഷൈനിനെ കണ്ടതുകൊണ്ടും അല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അങ്ങനെ കമൻ്റ് ഇട്ടവരോടാണ് പറഞ്ഞത് കേട്ടോ. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്, അതാണ് ഞാൻ ഇതിനകത്തൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് കിട്ടുന്ന വരുമാനം പോലും എന്ത് ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ എടുത്ത് കുറച്ച് തീരുമാനങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനലുമായിട്ട് മുൻപോട്ട് പോകുന്നത്. അല്ലാതെ അത് ഷൈനിക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു ചാനലല്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഷൈനിക്കും കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണം, അത് നമ്മളുടെ ഒരു ലക്ഷ്യമാണ്. കാരണം ആ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനും നമ്മൾക്ക് മിണ്ടാതിരിക്കുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കുറേ വീഡിയോകൾ ഇങ്ങനെ ചെയ്തു. അതുകൊണ്ട് ഈ ഷൈനിക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ആ ഒരു രീതിയിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു ചാനലിൻ്റെ ലക്ഷ്യത്തിലോട്ട് തന്നെ മടങ്ങി വരികയാണ്. നാളെ തൊട്ട് ദൈവത്തിൻ്റെ വചനത്തിലൂടെയും അതുമായി ദൈവം എനിക്ക് തന്ന ഒരു അറിവുകളും വെച്ചിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഷൈനീനെ നമ്മൾ വിട്ടതല്ല. ഷൈനീനെ നമ്മൾക്ക് ആഴ്ചയിൽ ഒന്നെങ്കിലും ഷൈനിക്ക് വേണ്ടി നമ്മൾക്കൊരു വീഡിയോ ചെയ്യാം. ഷൈനീനെ നമ്മൾക്ക് മറക്കരുത്, ഷൈനീനെയും കുഞ്ഞുങ്ങളെ സമൂഹം മറന്നു പോകരുത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തൽ പോലെ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾക്ക് ഷൈനിക്ക് വേണ്ടി സംസാരിക്കാം. എന്നാൽ അതിന് ബാക്കി ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ആ ഒരു വചനവും ദൈവം തരുന്ന ആ ഒരു വെളിപ്പാടുകളും അനുഭവങ്ങളും ഒക്കെ, മറ്റുള്ളവരുടെ അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ നമ്മൾക്ക് എന്തിനാണ്? നമ്മൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമ്മൾക്ക് ദൈവം മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മൾക്ക് വിശ്വസിക്കുവാൻ പറ്റുന്നത് ആരാണ്? ദൈവം മാത്രമേ ഉള്ളൂ. ദൈവം മാത്രമാണ് സർവശക്തനായ ദൈവം, ദൈവം മാത്രമാണ് പരിശുദ്ധൻ അല്ലേ, ദൈവം മാത്രമാണ് വിശുദ്ധൻ. നമ്മളെ അറിയുന്ന ദൈവം, നമ്മളെ സൃഷ്ടിച്ച ദൈവം, നമ്മളുടെ ഹൃദയത്തെയും ഉൾപ്പുകളെയും അറിയുന്ന ദൈവം, നമ്മളുടെ കണ്ണുനീരുകളെ തുരുത്തിയിലാക്കുന്ന ദൈവം ആരാണ്? നമ്മൾ ആരാധിക്കുന്ന ദൈവമാണല്ലേ. നമ്മൾക്ക് വേണ്ടി ജീവൻ തന്ന ദൈവം വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആ ഒരൊറ്റ ദൈവമേ ഉള്ളൂ അല്ലേ. നമ്മളുടെ ദൈവമാണ് നമ്മൾക്ക് വേണ്ടി ജീവനെ തന്ന ദൈവം, നമ്മൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ ദൈവം ആരാണ്? നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവാണല്ലേ. അതുകൊണ്ട് തൻ്റെ സ്വന്തം പുത്രനെ തന്ന പിതാവാം ദൈവം അല്ലേ, നമ്മളുടെ കൂട്ടത്തിൽ ഇന്ന് നമ്മളെ അനുദിനം നമ്മൾക്ക് ആലോചനകൾ തന്ന് നമ്മളെ ഭരിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവം. അപ്പോൾ ആ ദൈവത്തിൽ മാത്രമാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്, ആ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ ദൈവം നമ്മളെ തീർച്ചയായിട്ടും വഴി നടത്തും അല്ലേ. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോൾ മകനെ മകളെ അതല്ല വഴി എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഗൈഡൻസ് തന്ന് നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവം, അതൊന്നും നമ്മൾക്ക് മറക്കുവാൻ പറ്റുന്നതല്ല. അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ ആർക്ക് കൊടുക്കണം? ദൈവത്തിന് തന്നെ കൊടുക്കണം. മനുഷ്യർക്ക് കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ കൊടുക്കണം. പക്ഷേ മഹത്വം നമ്മൾ ആർക്കാണ് കൊടുക്കേണ്ടത്? ദൈവത്തിനാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.